കിരണിൻ്റെ അമ്മ വിസ്മയെ അടിച്ചു. 498 വന്നു കഴിഞ്ഞു. നേരത്തെ ആ കുട്ടിയെ ചവിട്ടിയിട്ടുണ്ട്. ഇയാൾ കാലുയർത്തി ഇയാൾ ചവിട്ടും. തൊട്ടടുത്ത് താമസിക്കുന്ന കിരണിൻ്റെ അളിയനും സിസ്റ്ററും വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവരുടെ റോൾ എന്താണെന്ന് വ്യക്തതയില്ല. തമ്മിൽ പിരിഞ്ഞാലും ശരി കേസെടുക്കണ്ടെന്ന് ആ കൊച്ചു പറഞ്ഞുകൊണ്ടാണ് കേസെടുക്കാതെ പോയത്. പക്ഷെ ബാത്റൂമിലുള്ള ഒരു ടർക്കി ടവലിൽ കഴുത്ത് കൺസ്ട്രക്ഷൻ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. മോട്ടോർ വെഹിക്കിളുകാരൻ്റെ അധികാരം ചില വാഹനത്തിൽ മാത്രം നിലനിൽക്കുന്നു. ഇയാൾ ബെയിലിൽ പോകുന്നതിന് മുമ്പ് ഒരു 60 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് 7 വർഷത്തിനകം ഒരു കുട്ടി മരിച്ചാൽ, നിങ്ങൾ കല്യാണം കഴിച്ച് അയച്ചേക്കുന്ന ഒരു കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അതിന് മാനസിക ശാരീരിക പീഡനം കൊണ്ട് ആ കുട്ടി മരിച്ചാൽ 304 BI 7 വർഷത്തെ തടവാണ്. ദിശ കേസിനകത്ത് വളരെയധികം കോൺട്രഡിക്ടറി ആയിട്ടുള്ള എവിഡൻസാണ്, ഫോറൻസിക് എവിഡൻസാണ് കിടന്നത്. ഞാൻ വിചാരിച്ചു ആ പാവം പിടിച്ച ആ ഇന്ത്യക്കാരൻ രക്ഷപ്പെട്ടു വരുമെന്നാണ്. നടന്നില്ല, തൂക്കാൻ വിധിച്ചിരിക്കുന്നു. വിസ്മയുടെ മരണം കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. എല്ലാ മാധ്യമ അല്ലെങ്കിൽ മീഡിയയിലും പ്രിൻ്റ് മീഡിയയിലും യൂട്യൂബിലൊക്കെ നിരന്തരം വാർത്തകളാണ് വിസ്മയുടെ മരണത്തെപ്പറ്റി. ആ കുട്ടി ഒരു ഡോക്ടറായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. ഹസ്ബൻഡ് ഒരു അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ കല്യാണ സമയത്ത് 100 പവനും അതുപോലെ തന്നെ 1.5 കോടി രൂപയുടെ സ്വത്തുക്കളും ഒരു പുതിയ കാറിനുള്ള 10 ലക്ഷം രൂപയും കൊടുത്തു. കാർ വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ആ വിവാഹം നടന്ന ശേഷം അന്നു മുതൽ ആ ഭർത്താവ് ആ കുട്ടിയെ സ്വത്തിന് വേണ്ടി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി ഈ അടിയും പിടിയും ഒക്കെ സഹിച്ച് നിന്നു. നിവൃത്തിയില്ലാതെ ആ കുട്ടി വീട്ടിലോട്ട് മടങ്ങി. ഈ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അയാൾ ഒരു മദ്യപാനിയായിരുന്നു. അയാൾ ഡ്രഗ്സ് അടിക്കുന്നവനാണ്. അതുതന്നെയുമല്ല, അയാൾ വീഡിയോ ഗെയിംസൊക്കെ ധാരാളം കളിക്കും. PUBG പോലെയുള്ള ഗെയിം കളിക്കുന്ന ആളാണ്. പ്രത്യേക ഒരു മാനസികാവസ്ഥ ഉള്ള വ്യക്തി തന്നെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നല്ല ശമ്പളമുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് വിസ്മയുടെ വീട്ടുകാർ കല്യാണം ആലോചിച്ച് നടത്തി. അപ്പം അതിനെപ്പറ്റി അധികമൊന്നും അന്വേഷിച്ചുണ്ടാവില്ല. ഏതായാലും NSS ഒക്കെ ഇടപെട്ടു. ഏതായാലും നല്ലൊരു ജോലിക്കാരനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ജില്ലാ ഉദ്യോഗസ്ഥനായിട്ടൊക്കെ വരും. അതുതന്നെയല്ല, വിസ്മയ ആയുർവേദ ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്കും ജോലിയാവും. അതിൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 2020 നടന്ന കല്യാണം, അത് ഈ കുട്ടിയുടെ ഉപദ്രവങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ ആ കുട്ടിയെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു. പിതാവും അതുപോലെ തന്നെ ഏക സഹോദരനും അമ്മയും എല്ലാം ചേർന്ന് പൊന്നോമന പോലെ ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ഇളയ കുട്ടിയാണ്, മൂത്തത് ബ്രദറാണ്. അതിൻ്റെ മാനസിക വിഷമം എല്ലാം കണ്ട് വീട്ടുകാർക്ക് സങ്കടമായി. പല ചർച്ചകളും വീട്ടുകാർ തമ്മിൽ നടത്തി. വീണ്ടും കൊണ്ടുപോകും. ഏതായാലും അതിനാൾ അത് നീർക്കിച്ചില്ല. അത് ക്രൂരമായ കൊച്ചിനെ മർദ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം വീട്ടിലോട്ട് മടങ്ങി. ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അതിനുശേഷം അവിടുന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് വൈരാഗ്യത്തിന് ഇതിനെ കടത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ അയാൾ ഇടപെട്ടു. സഹോദരനുമായിട്ട് തർക്കമായി. സഹോദരനെ മർദ്ദിച്ചു ഇയാൾ. സഹോദരൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വലിയ വയലൻ്റാണ്. അതാ ഞാൻ പറഞ്ഞു, ഇയാൾ ഡ്രഗ്സ് അടിക്കുന്നവനാണ്, ഇയാൾ മദ്യപാനിയാണ്. സബ് ഇൻസ്പെക്ടർ വന്നപ്പം ഇയാൾ മദ്യപിച്ചിൽ നിന്നാണ് ഈ ആക്രോശം മുഴുവൻ കാണിക്കുന്നത്. പിടിച്ച് വണ്ടിയെ കയറ്റാൻ തുടങ്ങിയപ്പോൾ ഞാനും 2 സ്റ്റാർ വെക്കുന്നവനാണ് എന്നയാൾ പറഞ്ഞു. SIക്ക് 2 സ്റ്റാർ അയാളുടെ ഷോൾഡറിലുണ്ടാവുമല്ലോ, അതുപോലെ 2 സ്റ്റാർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് 2 സ്റ്റാർ വെക്കുന്നവനാണ് എന്നൊക്കെ ചെറിയ വാചകങ്ങൾ അടിച്ചു. ഒരു മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളുകാരൻ്റെ അധികാരം ചില വാഹനത്തിൽ മാത്രം നിലനിൽക്കുന്നു. ഒരു SHO എന്ന് പറയുന്ന വ്യക്തിയുടെ അധികാരം വളരെ വിപുലമാണ്, വളരെ വലുതാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഗവർണർമാരെ ഒഴിച്ച് ആരെ വേണേലും ആർക്കെതിരായിട്ടും കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ആർക്കെതിരെ അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും അധികാരമുണ്ട്.
SHOയുടെ പവർ വലിയ വലുതാണ്. ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് നമ്മൾ നോക്കിയാൽ എല്ലാ കാര്യത്തിനും ഒരു പോലീസ് സ്റ്റേഷന് ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, നേരത്തെ അത് സബ് ഇൻസ്പെക്ടറായിരുന്നു എൻ്റെ കാലഘട്ടത്തിലൊക്കെ. ഇപ്പോൾ ആ റാങ്ക് വലുതാക്കി. ഇപ്പം സബ് ഇൻസ്പെക്ടർ ഉണ്ടാവുമോടെ, അതേ സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് പോലീസ് സ്റ്റേഷൻ ചാർജ്. SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നാണ് പറയുന്നത്. ആ SHO പണ്ട് മുതലേ അത് സർക്കിളാകാം, DYSP ആകാം, അല്ലെങ്കിൽ SI ആകാം, ഒരു ക്വാളിഫൈഡ് ടെസ്റ്റ് എഴുതി പാസ്സായ കോൺസ്റ്റബിൾ ആകാം. അവരെ വേണേലും CA ഇല്ലാത്തപ്പം SHO ഓട്ടോമാറ്റിക്കായിട്ട് SI സബ് ഇൻസ്പെക്ടർ ആവും. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ അവിടുത്തെ സീനിയർ മോസ്റ്റ് കോൺസ്റ്റബിൾ SHO ആവും. ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ SI ആയിട്ട് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ടെസ്റ്റ് പാസ്സായ ആൾക്ക് മാത്രമേ FIR എടുക്കാൻ പറ്റുകയുള്ളൂ, അധികാരമുള്ളൂ. അപ്പോൾ ഇവിടെ SI അവിടെ വന്നപ്പോൾ SIയും ഇയാളുമായിട്ട് തർക്കുത്തരമായി, ബലപ്രയോഗമായി. SI ഉപദ്രവിച്ചു. ഇയാൾ ആ വിസ്മയുടെ ബ്രദറിനെ ഉപദ്രവിച്ചു. എന്തായാലും അതിനെ സംബന്ധിച്ച് കേസെടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ഹൃദയം ആലോചിച്ചോണം നമ്മൾ. വിസ്മയുടെ കേസൊന്നും എടുക്കണ്ട, നമുക്കിനി ഈ ബന്ധം വേണ്ട എന്ന് കരുതിയാൽ ശരി, അയാളുടെ ജോലി നമ്മളായിട്ട് കളയണ്ട. ഒരു കേസെടുത്താൽ സസ്പെൻഷനാവും, ചിലപ്പോൾ ജോലി പോകാം. അതുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് തമ്മിൽ പിരിഞ്ഞാൽ ശരി, കേസെടുക്കണ്ട എന്ന് ആ കൊച്ചു പറഞ്ഞുകൊണ്ടാണ് കേസെടുക്കാതെ പോയത്. SI ഉപദ്രവിച്ചാണ് SI കേസെടുക്കാൻ പോയതാണ്. പക്ഷേ ആ കുട്ടിയുടെ പ്രാർത്ഥന കേട്ടു, അപേക്ഷ കേട്ടു. കാരണം നമുക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് ആ കൊച്ചു ചിന്തിച്ചത്. അത്ര നൈർമല്യമുള്ള ഹൃദയമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോണം. എന്ത് അഭിപ്രായ വ്യത്യാസം ആരും എന്ത് പറഞ്ഞാലും ശരി, അങ്ങനെ പറയുന്നൊരു മനസ്സുള്ള കുട്ടിയുടെ വളരെ നൈർമല്യമുള്ളൊരു ഹൃദയം തന്നെയാണ് അത്. ആ ബ്രദറും അപ്പനുമൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു. അത്ര സൂക്ഷിച്ചാണ്. എന്തായാലും കുട്ടി വീട്ടിലായി. ഇനി മടങ്ങിപ്പോകാനുള്ള സാധ്യത കുറവ്. കൂടുതൽ വണ്ടി മാറ്റി കിട്ടിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നു. വണ്ടി മാറ്റി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അതെല്ലാം വീട്ടുകാർ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കിരണിൻ്റെ പേരൻസ് മുഴുവൻ ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ കിരണിൻ്റെ അമ്മ വിസ്മയെ അടിച്ചു. 498 വന്നു കഴിഞ്ഞു. ക്രൂവൽറ്റിയാണത്. ആ കുട്ടിയോട് കാണിച്ച ക്രൂവൽറ്റിയാണ്. വീട്ടുകാർ അല്ലെങ്കിൽ അമ്മയും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ക്രൂവൽറ്റി കാണിച്ചു, അവനെ ഉപദ്രവിക്കുന്നു. അത് 498 പരിധി വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചോണം, ഒരു 3 വർഷത്തെ ശിക്ഷ കിട്ടുന്നതാണ് 498. ആ കുട്ടി വിവാഹം കഴിച്ച ശേഷം 7 വർഷത്തിനുള്ളിൽ മരിച്ചു. 304B ആയി, ഡൗറി ഡെത്തായി. കാരണം കൂടുതൽ പണം ചോദിക്കുകയാണ്. അപ്പം ആ കുട്ടിക്ക് കൊടുത്തത് പോരാ, 100 പവനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷെയറായിട്ട്. അതേ സമയത്ത് 1.5 കോടി രൂപയുടെ വസ്തുക്കളുണ്ട്. ഇതെല്ലാം ഉണ്ടിട്ടും അയാളൊരു സർക്കാർ ജീവനായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ കഴിവുണ്ടായ ഒരാളായിട്ടും അയാൾ പണം ദുർവ്യയം ചെയ്ത് കളയുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അയാളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ AMA ആയി കഴിഞ്ഞാൽ എന്തോ അയാൾ കഴിഞ്ഞ് വേറെ ആരും ഈ ലോകത്തില്ല എന്നാണ് ചിന്തിക്കുന്നത്. അവന് മദ്യപിച്ച് ഡ്രഗ്സ് അടിച്ച് നടക്കുന്ന ഒരാളും സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഗെയിംസ് കളിച്ച് നശിച്ച ഒരാൾ മാനസികമായ നല്ല ലെവലിലല്ല ഈ കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ. അതുകൊണ്ടാണ് ആ കുട്ടി മരിക്കാനിടയായത്. അത് ഒരു ആത്മഹത്യ, സൂയിസൈഡാണെന്നും അതല്ല അതൊരു മർഡറാണെന്നും 2 വെർഷനുണ്ട്. പോലീസ് അതിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം ആ കുട്ടിയെ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും ഓടി വരും. കിരണിൻ്റെ അപ്പനും അമ്മയും വന്നപ്പം കുട്ടി കട്ടിലേക്ക് കിടക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. അയാൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുകയാണ്. എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പം ബാത്റൂമിൽ തൂങ്ങിയത് അവിടെ കിടക്കുന്ന ഒരു ടർക്കി ടവൽ ഉപയോഗിച്ചിട്ട് കഴുത്തിൽ അവിടുത്തെ ജനലിൽ തൂങ്ങിയെന്ന് പറയുന്നത്, ജനലിൽ തൂകാൻ പറ്റും, അത് പോസിബിളാണ്, ഹൈറ്റൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ബാത്റൂമിലുള്ള ഒരു ടർക്കി ടവലിൽ കഴുത്ത് കൺസ്ട്രിക്ഷൻ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇയാൾ അത് അഴിച്ചു കൊണ്ട് കിടത്തിയെന്നാണ് അയാളുടെ വെർഷൻ. പക്ഷേ കുട്ടിയുടെ കഴുത്തിൽ
ഒരു മുറിവുണ്ട്. കഴുത്തിൽ ലിഗേച്ചർ മാർക്കുണ്ട് എന്ന് പറയുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ അത് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് സൂയിസൈഡാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സ്ട്രാങ്കുലേഷൻ എങ്ങനെ വന്നു കഴുത്തിലെ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഏതായാലും കുട്ടിയുടെ കഴുത്തിലൊരു മുറിവ് അതെങ്ങനെ സംഭവിച്ചു? ആത്മഹത്യ ചെയ്യാൻ പോകുന്നിടത്ത് ലിഗേച്ചർ മാർക്കുണ്ടാവും, കഴുത്തിൽ ആ ഉപയോഗിക്കുന്ന ചരടിൻ്റെ പാടുണ്ടാവും. പക്ഷേ കഴുത്തിലൊരു മുറിവ് വന്നത് എങ്ങനെയാണ്? അതിന് ചില ഇഞ്ചുറീസ് ഉണ്ട്, ഷോൾഡറിലും കാലിലുമൊക്കെ ചില ഫ്രാക്ചറുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ മുറിവുണ്ട്. അപ്പോൾ അതൊരു ചവിട്ടിൻ്റെ പാടമാണ്. നേരത്തെ ആ കുട്ടിയെ ചവിട്ടിയിട്ടുണ്ട് ഇയാൾ, കാലുയർത്തി ഇയാൾ ചവിട്ടും. ആ കുട്ടി നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ കുട്ടിക്ക് അതുപോലെ പരിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോലീസ് 304 ഇട്ടിട്ടുണ്ട്, ഡൗറി ഡെത്ത്. അത് 7 വർഷം വരെ തടവ് കൊടുക്കുന്നതാണ്. 304 ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞ് ഡൗറി വേണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പീഡിപ്പിക്കുക, അവസാനം അത് തൂങ്ങി മരിച്ചാൽ ഡൗറി ഡെത്തായി. 304 അത് 7 വർഷത്തിനകം ഒരു കുട്ടി മരിച്ചാൽ, നിങ്ങൾ കല്യാണം കഴിച്ച് അയച്ചേക്കുന്ന ഒരു കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് അതിന് മാനസിക ശാരീരിക പീഡനം കൊണ്ട് ആ കുട്ടി മരിച്ചാൽ 304 ആയി 7 വർഷത്തെ തടവാണ്. അതേസമയത്ത് പോലീസ് ഈ കേസിനകത്ത് 304 ആണ് ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും മർഡർ ആണോ ഇല്ലയോ എന്ന് പോലീസും ഫോറൻസിക് വിഭാഗം കൂടെ ഏതായാലും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. കാരണം അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം. ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ബിൽഡ് ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ കൊലപാതകമാണോ എന്ന് കണ്ടവരാരില്ല. കണ്ടവർ ഭർത്താവ് മാത്രമാണ് പ്രതിയുടെ അപ്പനും അമ്മയും ഉണ്ട്. അവർ പ്രതിയാവോ ഇല്ലയോ നമുക്കിനി പറയാൻ ഒക്കില്ല. കാരണം അവരിതിനകത്ത് കൂട്ടു നിന്നോ എന്ന് നമുക്കറിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന കിരണിൻ്റെ അളിയനും സിസ്റ്ററും വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവരുടെ റോൾ എന്താണെന്ന് വ്യക്തതയില്ല. അവരും പോലീസ് അതേപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി നടക്കാൻ തുടങ്ങി. ഇയാൾ റിമാൻഡിലാണ്. ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആളൂർ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ആളൂർ കോടതിയിൽ വാദം പറഞ്ഞത് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയാണെന്ന്. ഒരു കാലത്തും അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് ഇന്ന് വരെ ആരും ആ കുട്ടിയുടെ വീട്ടുകാരോ നാട്ടുകാരോ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ടെൻഡൻസി ഒന്നും അതൊരു വാദഗതിക്ക് പറഞ്ഞതാണ്. കാരണം നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാണ്. കാരണം അത് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ഭർത്താവ് വന്ന് സോപ്പിട്ട് കൊണ്ടുപോകുമായിരുന്നു. വീട്ടുകാർ ഈ കുട്ടിയെ മർദ്ദിച്ചപ്പം വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി താമസിച്ച ശേഷം ഇനി അങ്ങോട്ട് പോകണ്ട, മോൾ ഇവിടെ നിന്നോളൂ എന്ന് അപ്പനും ആ ഏക സഹോദരനും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടിയുടെ പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് പോയതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കിരൺ ഈ കുട്ടിയെ വീട്ടുകാരറിയാതെ ഫോൺ ചെയ്ത് അതിനെ വീണ്ടും വലയിലാക്കി. എന്നിട്ട് പരീക്ഷ ആ ഹാളിൽ നിന്ന് നേരെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ട് അപ്പനും ബ്രദറും അവരോട് പറയാതെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് അവർക്ക് വലിയ വിഷമമുണ്ട്. കൊച്ചിനോട് പിണങ്ങി നിൽക്കുകയായിരുന്നു. ആ പിണക്കം സ്നേഹത്താലുള്ളൊരു പിണക്കമാണ്, അല്ല വൈരാഗ്യം കൊണ്ടല്ല. ആ കുട്ടിയെ സംരക്ഷിക്കാൻ അവർ വീട്ടിൽ നിർത്തിയിട്ട് അവരോട് പറയാതെ ഇത്രയും ഭീകരമായി മർദ്ദിക്കുന്ന ഒരുത്തൻ്റെ അടുത്തോട്ട് വീണ്ടും പോയി. അത് വലിയൊരു അപരാധമാണ് ആ അപ്പനും അതുപോലെ സഹോദരനും കണക്കാക്കുന്നത്. ശരിയാണത്, ആർക്കും അങ്ങനെ തോന്നും. ആ കുട്ടി പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ മരണം ഉണ്ടായത്. കുട്ടി പോകാൻ പാടില്ലായിരുന്നു. ഇത് ഞാൻ പല സന്ദർഭത്തിലും പറയുന്നത് അതാണ്. നമ്മുടെ കുട്ടികൾ ഇതുപോലെ എവിടെയെങ്കിലും പോയി പീഡനം സഹിച്ച് അവിടെ കഴിയാൻ നിവൃത്തിയില്ലെങ്കിൽ മടക്കി വിളിക്കുക. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മരണം വരെ നിൽക്കട്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആളൂരിൻ്റെ വാദഗതിയൊക്കെ നമുക്കറിയാം. ജിഷ കേസിനകത്തൊക്കെ എന്താ കാണിച്ചത് നമുക്കറിയാം. അത് ആളൂരിൻ്റെ ഭാഗം അതൊന്നും അത്ര ഒരു എഫക്റ്റീവായ അഡ്വക്കേറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ജിഷ കേസിനകത്ത് വളരെയധികം കോൺട്രഡിക്ടറി ആയിട്ടുള്ള എവിഡൻസാണ്, ഫോറൻസിക് എവിഡൻസാണ് കിടന്നത്. ഞാൻ വിചാരിച്ചു ആ പാവം പിടിച്ച ആ ഇന്ത്യക്കാരൻ രക്ഷപ്പെട്ടു വരുമെന്നാണ്. നടന്നില്ല, തൂക്കാൻ വിധിച്ചിരിക്കുന്നു. അത് നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിരിക്കുന്ന ഡിഫൻസ് ഫോറൻസിക്കിൽ വന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ആ ആളൂരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷ ഉറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സുഹൃത്താണ് ആളൂർ. പക്ഷേ ആ വാദഗതിയൊക്കെ ഫ്ലിംസിയാണ്. സൂയിസൈഡൽ ടെൻഡൻസി ഇന്ന് വരെ ഇല്ല കുട്ടിക്ക്. കുട്ടി ആത്മഹത്യ ചെയ്ത് എന്ന് അവർ വരുത്തി തീർക്കാനുകൊണ്ടാണ് ഈ സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറയണത്, ആ കുട്ടി തൂങ്ങി നിൽക്കുന്ന ആരും കണ്ടിട്ടില്ല.
അയാൾ മാത്രമാണ് പറയുന്നത് തൂങ്ങിയ സ്ഥലത്ത് നിന്ന് അഴിച്ച് ഇയാൾ കൊണ്ട് കട്ടിലേക്ക് കിടത്തി കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് അപ്പനും അമ്മയും ഓടി വരുന്നതെന്ന്. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കണം. കാരണം ഇപ്പം 304A 7 വർഷത്തെ തടവിനുള്ള ശിക്ഷയിലെ വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ 498A കൂടെ ചേർക്കണം. അത് 3 വർഷത്തെ ഒരു തടവിനാണ്. കാരണം കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അമ്മായിമ്മയെ ഉപദ്രവിച്ച് ഒരിക്കലും അടിച്ചു. അത് എവിഡൻസ് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ആ കുട്ടിയുടെ വീട്ടുകാരും എല്ലാം കോടതിയിൽ പറഞ്ഞാൽ മതി. കാരണം ആ ഒരു വിവരം കൺവേ ചെയ്താൽ മതി. ആ കുട്ടിയുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, ബന്ധുക്കൾക്കൊക്കെ അറിയാം. ധാരാളം മതി. അവരൊരു രഹസ്യമൊഴി ഈ രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇതിനകത്തില്ല. അത് മിക്കവാറും ഉണ്ടാകുന്ന വേറെ ചില സാഹചര്യത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു രഹസ്യമൊഴിയുടെ ഒരു ആവശ്യമൊന്നും ഇതിനകത്തില്ല. അതുതന്നെയല്ല, ഞാൻ നേരത്തെ ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാതാപിതാക്കളോ അല്ല ഇനി കൗൺസിലിങ്ങിന് പോകുന്നവരെടുക്കുന്ന തീരുമാനം ഒരുവിധം ആ കുട്ടി അങ്ങോട്ട് പോകരുതായിരുന്നു, ആ കൊച്ചിനെ രക്ഷപ്പെടുത്തായിരുന്നു നമുക്ക്. ഇതുപോലൊരു സംഭവം ഞാൻ നേരത്തെ പ്രൈം വിറ്റ്നസ്സിൽ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ ഭാര്യ ഇതുപോലെ ഉപദ്രവിച്ച് സെക്ഷുവലായിട്ട് ഒരു പെർവെർട്ടനാണ് അയാൾ. അവർ മരിക്കാറായി അത്ര കണ്ടീഷനായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് അവർ വരുന്നത്. ഞാൻ അതിനകത്ത് പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അവരേതായാലും ആ ഒരു പീഡനത്തിൽ നിന്ന് അയാളിൽ നിന്ന് പിന്മാറി. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി, ആ സ്ത്രീ, എന്നിട്ട് വീണ്ടും അയാളോടൊപ്പം ചേർന്നു. ഏതായാലും പിന്നീട് അവർ നല്ലൊരു കുടുംബജീവിതം നയിച്ചു എന്നാണ് ഞാനകത്ത് എൻ്റെ ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു, എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു. അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി ആ സാഹചര്യത്തിൽ. ഇവിടെ ഈ കൊച്ച് എന്തായാലും പോയത് ഏറ്റവും വലിയ മടയത്തിലായിപ്പോയി. ആ കൊച്ചെടുത്ത തീരുമാനം അതിന് ഒരു വിളവില്ല, വക്രതയില്ല, വളരെ ഹോണസ്റ്റും സ്ട്രെയിറ്റ് ഫോർവേഡുമായ ഒരു കുട്ടി തന്നെയാണ് വിസ്മയ. അതുകൊണ്ടാണ് ഭർത്താവ് വിളിച്ച് അവസാനം പോയത്. കാരണം നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകണം, തിരിച്ചു വരുന്ന ശല്യമാണ് എന്നൊക്കെ ആ കുട്ടിക്ക് മനസ്സിൽ തോന്നുന്ന നാട്ടു നടപ്പനുസരിച്ച്. പക്ഷേ ഇപ്പം നാട്ടു നടപ്പെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് സാമ്പത്തികമുണ്ട്. ഈ കുട്ടിക്ക് ജോലി എവിടെയെങ്കിലും സംഘടിക്കും. ഒരു ഡോക്ടറായിട്ട് വരുന്ന കുട്ടിയാണ്. അതുതന്നെയല്ല, വീട്ടുകാർക്ക് അതിനുള്ള സാമ്പത്തികമുണ്ട്. കൊച്ചിനെ സംരക്ഷിക്കാൻ അവർ കരഞ്ഞുകൊണ്ട് പറയും. അങ്ങനെയാണല്ലോ അവർ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിർത്തിയത്, തിരിച്ചു പോകാതെ. ആ തിരിച്ചു പോക്കിലാണ് ഈ അപകടം, ഈ മരണം ഉണ്ടായത്. അതൊരു കൊലപാതകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ സാഹചര്യം അതുതന്നെയാണ്. ഏതായാലും അത് പോലീസും ഫോറൻസിക്കൂടെ ആ ഭാഗം ക്ലിയർ ആക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു 302 വന്നു കഴിഞ്ഞാൽ ഒരു ലൈഫ് ഇംപ്രിസ്മെൻ്റാണ്. ജീവപര്യന്തം തടവിന് ആ AMA വിധിക്കും, അല്ലെങ്കിൽ 7 വർഷമെങ്കിലും ശിക്ഷ. ഇതുപോലെ നേരത്തെ ഒരു പത്രപ്രവർത്തകൻ്റെ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. IAS ഇപ്പം തിരിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ട്. അയാളെ 6 മാസമോ 1 വർഷമോ കണ്ട് സസ്പെൻഷൻ നിർത്തിയിട്ടുണ്ട്. ആ പത്രക്കാരൻ്റെ അപകടം ഇന്നും എൻ്റെ മനസ്സിൽ, ഞാൻ ആ സ്പോട്ടിൽ പോയി കണ്ടതാണ്. അപകടം ഇന്ന് എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. അതിനകത്ത് 304 പാർട്ട് 2 ആണ് ഇട്ടിരിക്കുന്നത്. അതിന് 10 വർഷമെങ്കിലും തടവ് കിട്ടുന്നതിനാണ്. എന്തായാലും ഇവിടെ 304Bയും 498Aയും ഇനി ആ കുട്ടിയെ കൊല്ലാനാണ് ശ്രമിച്ചതെന്ന് പോലീസിന് ബോധ്യമാണെങ്കിൽ 307 ഇടാം, 307 IPC ഇടാം. എന്തായാലും അത് എത്രയും പെട്ടെന്ന് ഇയാൾക്ക് ജാമ്യം കൊടുക്കാതെ ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കണം. ഇയാൾ ബെയിലിൽ പോകുന്നതിന് മുമ്പ് ഒരു 60 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ട് തന്നെ, ജുഡീഷ്യൽ കസ്റ്റഡി ഇട്ടുകൊണ്ട് തന്നെ ട്രയൽ നടത്താം. ട്രയൽ എത്രയും പെട്ടെന്ന് തുടങ്ങണം ഈ കേസിനകത്ത്. അത് വലിച്ചു നീട്ടരുത്. പോലീസ് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ഇയാളുടെ പേരിൽ 60 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കേരള സമൂഹത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ കേസാണ്. ബഹുമാനപ്പെട്ട ഗവർണർ അവിടെ പോയിരിക്കുന്നു. എല്ലാവർക്കും ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ വലിയ സങ്കടവും സഹതാവുമാണ്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും വിസ്മയുടെ ഈ കേസിനെ പറ്റി ചർച്ചയാണ്, ഈ കേസിനെ പറ്റി അറിയാനിരിക്കുകയാണ് ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് അവിടെ എല്ലാ മന്ത്രിമാരും എല്ലാവരും അവിടെ പോയി അവരുടെ കണ്ടോളൻസ് ആ കുടുംബത്തിനെ അറിയിച്ചു. അത്ര ദാരുണമായ ഒരു മർഡർ എന്ന് തന്നെ പറയേണ്ടി വരും ആണിത്. അത് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. അയാൾ ഡ്രഗ്സ് അടിക്കുന്നതുകൊണ്ടും അയാൾ ലിക്കർ ആയിക്കൊണ്ടും അയാളുടെ മാനസികമായ മാറ്റത്തിൽ നിന്നുണ്ടായ ഒരു കൊലപാതകമോ ആകാനാണ് സാധ്യതയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് 302 ആണോ
ഇനി 307 അറ്റംപ്റ്റ് ടു മർഡറിന് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ തൊഴിച്ചപ്പോൾ റാഷ നെഗ്ലിജൻറ്റ് ആയിട്ട് തൊഴിച്ചപ്പോൾ ഉണ്ടായ കൊലപാതകമാണോ, ഇതെല്ലാം ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും 304 ബിയും ഇട്ടിട്ടുണ്ട്. 498 എയുടെ ഇടുക, അമ്മയും കൂടെ പ്രതിയാക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.